നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ഈശ്വർ. ഞാൻ കുട്ടികളുടെ ഓർത്തോപെഡിക് സർജനാണ്. അതായത് കുട്ടികളിൽ വരുന്ന അസ്ഥി രോഗങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടറാണ്. ഞാൻ കോഴിക്കോട് കണ്ണൂർ മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ആണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ സെറിബ്രൽ പാൾസിയിൽ ഒരു പൊതുവെ സമൂഹത്തിലുള്ള ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേഷൻ വളരെ ഒരു ഹാനികരമായ സാധനമാണ്, അത് എന്തും വില കൊടുത്തും ഒഴിവാക്കേണ്ടതാണ്, കുട്ടി കിടപ്പിലായി പോകും, മോശമാകും, അങ്ങനെ പല മിഥ്യാധാരണകൾ സമൂഹത്തിലുണ്ട്. അപ്പോൾ ഒരുപാട് കുട്ടികൾ, നടക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ നടന്ന് കാണുകയും ഒക്കെ ചെയ്ത ഒരു സന്തോഷത്തിലാണ് എന്ന് നിങ്ങൾക്ക് സംസാരിക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് സെറിബ്രൽ പാൾസിയിൽ നമ്മൾ സർജറി വേണം എന്നൊരു ഇത് പറയുന്നത്? അപ്പോൾ സർജറി എന്ന് പറഞ്ഞാൽ ഒരു ലാസ്റ്റ് സ്റ്റെപ്പ് തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. അതായത് പറ്റുമെങ്കിൽ ഒഴിച്ചുകൂടി പിന്നെ നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ ഫിസിയോതെറപ്പിയിലൂടെ സാധിക്കുമെങ്കിൽ അത് തന്നെയാണ് നല്ലത്. പക്ഷെ ചെയ്യണമെന്നൊരു സ്ഥിതി വരുമ്പോൾ അത് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. സെറിബ്രൽ പാൾസിയിൽ സംഭവിക്കുന്നത് എന്താ? സെറിബ്രൽ പാൾസിയിൽ തലച്ചോറിൽ നിന്ന് പേശികളിലേക്ക് വരുന്ന സിഗ്നലുകൾ കറക്റ്റായിട്ട് വരാത്തതുകൊണ്ട് മസിലുകൾ മുറുകിപ്പോകും, മസിലുകളുടെ നീളം ചുരുങ്ങിപ്പോകും. ഈ നീളം ചുരുങ്ങുമ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. സന്ധികൾ മടങ്ങിപ്പോകുന്നു, മുട്ടൊക്കെ മടങ്ങുന്നു, പാദം മര്യാദാവുന്നു, കാലുകൾ ക്രോസ് ആവും. അതേപോലെ തന്നെ മസിലിന്റെ ചുരുക്കം ബലക്കുറവിലോട്ട് നയിക്കുന്നു. പലപ്പോഴും അമ്മമാരും അച്ഛനമാരും പറയാറുണ്ട് മസിൽ ഭയങ്കര ടൈറ്റ് ആണെന്ന് പറയും. പക്ഷെ ഈ ടൈറ്റ് ബലമല്ല, ടൈറ്റ് മുറുക്കമാണ്, ചുരുക്കമാണ്. പക്ഷെ അത് ബലക്കുറവാണ് ആക്ച്വലി സംഭവിക്കുന്നത്. അപ്പൊ ഈ സർജറിയിലൂടെ, ഫിസിയോതെറപ്പിയിലൂടെയും അല്ലെങ്കിൽ ഇഞ്ചക്ഷനിലൂടെയും സാധിക്കാത്തത്, ഈ സർജറിയിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ആ മസിലിന്റെ നീളം കൂട്ടുന്ന ഒരു സർജറിയാണ് നമ്മൾ ആദ്യഘട്ടമായിട്ട് ചെയ്യുന്നത്. ആ മസിലിന്റെ നീളം കൂട്ടുന്നത് തന്നെ രണ്ട് തരം സർജറിയാണ്. ഒന്ന്, നമ്മൾ തോൽപ്പുറത്ത് മുറിവ് ഉള്ളത്. പിന്നെ ആദ്യഘട്ടങ്ങളിൽ നമുക്കത് മുറിവില്ലാതെയും ചെയ്യാൻ പറ്റും. അപ്പൊ മുറിവില്ലാതെ എങ്ങനെ ചെയ്യും? മുറിവില്ലാതെ തന്നെ നമുക്ക് അൾട്രാസൗണ്ട് സ്കാന് ഉപയോഗിച്ച് കുട്ടിക്ക് ചെറുതായിട്ട് മയക്കം കൊടുത്ത് കുട്ടീനെ ഉറക്കി ഈ അൾട്രാസൗണ്ട് സ്കാൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് മസിലിന്റെ പുറം വശമുള്ള ഒരു കവറിങ് നമുക്ക് നല്ല നീളം കൂട്ടാനായിട്ട് സാധിക്കുന്നു. ആ നീളം കൂട്ടൽ മൂലം ഈ ചുരുങ്ങിപ്പോയ മസിലുകൾ നീളം വരികയും അത് കാരണം സന്ധി ചുരുക്കങ്ങൾ ഒന്ന് വിട്ടുകിട്ടുകയും തെറപ്പി ചെയ്യുമ്പോൾ കൂടുതലായിട്ട് കുട്ടിക്ക് ബലം കിട്ടും. അപ്പോൾ കുട്ടി പണ്ടത്തേക്കാൾ ബെറ്ററായിട്ട് കൈ ഉപയോഗം നടത്താൻ സാധിക്കും. അപ്പോൾ ഈ സർജറിയെ കുറിച്ച് എന്തെങ്കിലും ഒരു പേടി അല്ലെങ്കിൽ തെറ്റായ ധാരണ ഞാൻ പറഞ്ഞതിന് എതിരായിട്ട് ഒരു ധാരണ ഉണ്ടെങ്കിൽ ധാരാളമായിട്ട് നിങ്ങൾക്ക് ഉള്ള സംശയങ്ങൾ ഞങ്ങളെ ഫോൺ ചെയ്ത് ചോദിക്കാം, താഴെ കമന്റിൽ പറയാം. അപ്പോൾ ഈ സെറിബ്രൽ പാൾസിയിൽ സർജറി അത്യാവശ്യമുണ്ടെങ്കിൽ ചെയ്യുന്നത് മൂലം ഇംപ്രൂവ്മെന്റ് വരും എന്നുള്ളത് മനസ്സിലാക്കണം. അതിനനുസരിച്ച് ഇത്രയും പെട്ടെന്ന് ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അത് മേൽക്കൊള്ളും. താങ്ക് യു.